ഹലോ ഫ്രണ്ട്സ്, ഒരു ഞായറാഴ്ച യാത്ര പ്ലാൻ ചെയ്ത് കോഴിക്കോടിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ തിരഞ്ഞു പിടിച്ച് കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കരിയത്തുംപാറ സന്ദർശിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. മഴക്കാലമായതുകൊണ്ട് തന്നെ ഒരു 100 രൂപയുടെ കളർ കോട്ടും വാങ്ങി യാത്ര തുടങ്ങി. അല്പദൂരം പിന്നിട്ടപ്പോൾ തന്നെ മഴയും കോടയും മലകളും കണ്ണിന് വിരുന്നായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പക്ഷെ ആദ്യമേ പ്ലാൻ ചെയ്ത കരിയത്തുംപാറയിലെത്തിയപ്പോഴോ അതാ ഒരു പണി. മലവെള്ളപ്പാച്ചിൽ കാരണം കരിയത്തുംപാറ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാവരും സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. സ്വിറ്റ്സർലാൻഡൊന്നും തോന്നുന്നില്ലെങ്കിലും ഊട്ടിയൊക്കെ കണ്ടവർക്ക് ഒരു ഊട്ടി വൈബൊക്കെ തോന്നും. ഇനി വേണ്ട, മടങ്ങാമെന്ന് തോന്നിയെങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഒരു 18 കിലോമീറ്ററും കൂടി സഞ്ചരിച്ചാൽ എത്തുന്ന കക്കയം ഡാമിലേക്ക് യാത്ര തുടരാൻ നിർബന്ധിച്ചു. യാത്രയുടെ ഓരോ നിമിഷവും ശക്തമായ മഴയും റോഡിൽ ആളനക്കമില്ലാത്ത അവസ്ഥയും ഉണ്ടായി. തിരിച്ചു പോയാലോ എന്നൊരു നിമിഷം ചിന്തിച്ചെങ്കിലും യാത്ര തുടർന്നു. അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. 10 രൂപ കൊടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടന്നു. വഴിയിൽ അതിമനോഹരമായ ഡാമും പ്രകൃതി തുളുമ്പി നിൽക്കുന്ന കാഴ്ചകളും ആസ്വദിച്ച് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. മഴയായതുകൊണ്ട് തന്നെ കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി അതിഗംഭീരമായിരുന്നു. രണ്ടായിരത്തി 18 പ്രളയത്തിൽ നശിച്ച തൂക്കുപാലവും ഇപ്പോഴും അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. അതൊരു തരം സൗന്ദര്യം നൽകുന്നുണ്ട്. ഒന്ന് നശിക്കുമ്പോൾ മറ്റൊന്നിന് വളമാകുന്നു എന്ന് പറയുന്നത് പോലെ. കുറേ നേരം അവിടെ നിന്ന് കോടമഞ്ഞ് വരുന്നതും കാഴ്ചകൾ മൂടുന്നതും ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങി. അങ്ങോട്ടേക്ക് പോയപ്പോഴേ നമ്മൾ ഡാം കാണിച്ചിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേ അത് കോട കൊണ്ട് നന്നായിട്ട് മൂടിയിട്ടുണ്ട്. അത്രയ്ക്ക് കോടയാണ്. സമയം ഏകദേശം 2 മണിയായിട്ടുള്ളൂ. എന്നാലും കോടയ്ക്ക് ഭയങ്കര മനോഹരം. യൂട്യൂബറിന് അട്ട അടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. വീഡിയോ എടുത്തിട്ടാണ്. സുഭാഷ് ഈ മഴയാത്ര ശരിക്കും ഒരു ഉഗ്രൻ അനുഭവമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, യാത്ര ചെയ്യുക, യാത്ര ചെയ്യുക, യാത്ര ചെയ്യുക. നിങ്ങൾ കാണുന്ന എല്ലാറ്റിനും പിന്നിലുള്ള മനുഷ്യരെ അറിയുക, യാത്ര ചെയ്യുക.